രാമേന്ദ്ര സാറേ, കാശ്മീരിനെ കുറിച്ച് തന്നെ നമുക്കൊരിക്കൽ കൂടി സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. കാശ്മീർ കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ളൊരു ചോദ്യം, പാർലമെൻറ്റിലും പുറത്തും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം. 2019 ആഗസ്റ്റ് 5-ന് കാശ്മീരിൽ നിർണായകമായ ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുന്നു. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നു. ഒന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് ലഡാക്കും. ആ തീരുമാനങ്ങൾക്ക് ശേഷം വലിയ റിസൾട്ടാണ് കാശ്മീരിൽ ഉണ്ടായത് എന്ന് അനുഭവസ്ഥരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ തീരുമാനത്തെ, ആ സമാധാനത്തെ അട്ടിമറിക്കാനുള്ള ഭീകരപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉയർന്നു വന്നൊരു ചോദ്യം, 5 കൊല്ലമായിട്ട് ഇന്ത്യ ചോദിച്ചുകൊണ്ടിരുന്ന, ലോകം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തായി എന്നാണ്. അതിന് ഉത്തരം വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. അതുകൊണ്ട് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടപടികളുടെ മുന്നോടിയായി അവിടെ സന്ദർശിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാളെ ജമ്മു കാശ്മീരിൽ എത്തുന്നു എന്ന വിവരം ഏറ്റവും ആദ്യം നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. അത് തീർച്ചയായിട്ടും ജനാധിപത്യവാദികൾക്ക് ആശ്വാസകരമാണ്. കാശ്മീരിൽ സമാധാനം പ്രതീക്ഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ആശ്വാസകരമാണ്. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ സാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ 3 അംഗങ്ങൾ വ്യാഴാഴ്ച മുതൽ 3 ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിലയിരുത്താൻ വേണ്ടി കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. അവരവിടെ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയുമായിട്ടൊക്കെ സംസാരിക്കും, പല സ്ഥലത്ത് സന്ദർശിക്കും, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യും. ഇതിനു മുമ്പും സംഘർഷഭരിതമായ അവസ്ഥയിലൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കാശ്മീർ. സംഘർഷം ഒഴിവായിട്ടൊന്നും കാശ്മീർ കുറേ വർഷങ്ങളായിട്ട് ശാന്തമായിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ തന്നെ, ജമ്മു മേഖലയിൽ തന്നെ, രാജ്യാന്തര അതിർത്തിയിലുമൊക്കെ നുഴഞ്ഞു കയറാനുള്ള എളുപ്പമുള്ള മേഖലകളിൽ വനവും മറ്റേ ഗുഹയും മലയും ഒക്കെ ആയിട്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളം കടന്നുകയറ്റങ്ങൾ നടക്കുന്നുണ്ട്. 2018 മുതൽ അവിടെ നിയമസഭയില്ല. 2018 PDP സർക്കാരിൽ നിന്നും BJP പിൻവാങ്ങി, അങ്ങനെ നിലംപൊത്തി. അതിനുശേഷമാണ് ഈ പ്രത്യേക പദവി 370 അത് വിത്ത്ഡ്രോ ചെയ്യുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി 2019 അതിൻ്റെയൊക്കെ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഉണ്ടായത്. പിന്നെ മറ്റേ കേന്ദ്ര സ്വാധീനം പോകരുത് എന്നുള്ള ഒരു താല്പര്യമൊക്കെ കേന്ദ്രത്തിന് കാണും. അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ കേന്ദ്ര ഭരണപ്രദേശമായിട്ട് തുടരുകയും ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലൊക്കെ സംസ്ഥാന പദവി ഉടനെ തിരിച്ചു വരാനിടയില്ല. അങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ. ക്രമസമാധാനം വിട്ടുകൊടുക്കാതെ ഇപ്പൊ ഡൽഹിയൊക്കെ ചെയ്യുന്നില്ലേ, കേന്ദ്രത്തിനാണല്ലോ ക്രമസമാധാനമൊക്കെ ചുമതല എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ തുടരാൻ അധികാരങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒമർ അബ്ദുള്ള മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒമർ അബ്ദുള്ള പറയുന്നത് ലഫ്റ്റനൻറ്റ് ഗവർണറായിരിക്കും പരമാധികാരി എങ്കിൽ അങ്ങയുടെ മുറിക്ക് പുറത്ത് പോയിട്ട് ഇതിലൊപ്പിട്ട് തരൂ, എനിക്ക് ഇന്ന IG മാറ്റണം, ഒപ്പിട്ട് തരൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം ചില അഭിമുഖങ്ങളിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെഹബൂബ മുഫ്തിയും മത്സരിക്കാനില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ 2 നേതാക്കളില്ല, അവർ 2പേരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ അവിടെ അബ്ദുള്ളമാരുടെയും മുഫ്തിമാരുടെയും രാഷ്ട്രീയമൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇതുവരെ. ലോക്സഭാ ഇലക്ഷനിൽ BJPയും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ. അപ്പോൾ 2019 ഏപ്രിൽ 5-ന് ശേഷം 2 പാർട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അൽതാഫ് ബുഖാരിയുടെ അപ്നി പാർട്ടി, ഗുലാം നബി ആസാദിൻ്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ്, പാർട്ടിയിലും ആസാദ് എന്നുണ്ട് പാർട്ടി. അത് 2ഉം BJPയുടെ പ്രോക്സി പാർട്ടികളാണ്. അതുകൊണ്ടാണ് BJP നേരിട്ട് ഇടപെടേണ്ട തീരുമാനം. അതാണ്. അപ്പോൾ BJP ആ ഭാഗത്തും മത്സരിക്കുന്നില്ല. BJP കാശ്മീരിൽ മത്സരിക്കില്ല, ജമ്മുവിലെ മത്സരിക്കാൻ സാധ്യതയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 പാർട്ടികളും ഒരു സ്ഥലത്തും ലീഡൊന്നും നേടിയില്ല. ഈ പ്രോക്സി പാർട്ടികളാണെങ്കിൽ പോലും രക്ഷപ്പെട്ടില്ല. എല്ലാവർക്കും അറിയുമായിരിക്കും അത്. പിന്നെ ജില്ലാ തെരഞ്ഞെടുപ്പുകൾ 2020 നടന്നു. ജില്ലാ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, വികസന കൗൺസിലുകൾ, അതിൽ നിന്ന് യുവ നേതാക്കളൊക്കെ ഉയർന്നു വരുന്ന കരുതുന്നൊക്കെ ഉണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി അവരുടെ എന്തായിരിക്കും എന്നറിയില്ല. മുമ്പ് സ്വതന്ത്രരായിട്ടൊക്കെ നിന്ന് മത്സരിച്ചിട്ട് 1957 ആ തെരഞ്ഞെടുപ്പ്
മറ്റേ ബൂത്ത് പിടിക്കാനൊക്കെ കോൺഗ്രസ് ബൂത്ത് പിടിച്ചിട്ടുണ്ട്. ഈ മതമൗലികവാദ പാർട്ടി അത് മറ്റേ അധികാരത്തിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് 87 ഈ ബൂത്ത് പിടുത്തമൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമി ഈ അവിടെ പി ഡി പിയും നാഷണൽ കോൺഫറൻസും അല്ലാത്ത കക്ഷികളുമൊക്കെ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമാവില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെ കേന്ദ്രം കയറൂരി വിടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിനെപ്പറ്റി മാഷിന് പ്രതികരിക്കാം. പിന്നെ അവിടെ ഈ എഞ്ചിനീയർ റാഷിദിനെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ വിജയമൊക്കെ ഇത്തവണ കിട്ടിയിട്ടുണ്ടല്ലോ പാർലമെന്റിലേക്ക്. അതെ, ഹുറിയത്തിന് വലിയ താല്പര്യമില്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് മിർവായിസ് ഉമർ ഫറൂഖ് പറഞ്ഞിട്ടുണ്ട്. ജമ്മുവിൽ BJP ഗംഭീര ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അവിടെ 35-38 സീറ്റ് BJPക്ക് കിട്ടുന്ന BJPയുടെ നേതാക്കൾ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. 286 മീറ്റിങ്ങുകൾ ആകെ കുടുംബയോഗം പോലെയൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 235 നടന്നു കഴിഞ്ഞു. BJPയുടെ ആകെ 119 സീറ്റാണ്. അത് 90 സീറ്റ് അതിൻ്റെ അകത്ത്, ബാക്കി 24 സീറ്റ് POKക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അവിടെ POKയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. 5 പേര് നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകൾ നോമിനേറ്റ് ചെയ്യുന്നതാണ് 5 പേര്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പൊതു അവസ്ഥ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നാമത്തെ ഒരു ബോധ്യം ഇതിനകത്ത് നിന്ന് വരുന്നത്, ലോക്സഭാ ഇലക്ഷനിൽ BJP പതുങ്ങി നിന്നത് നിയമസഭാ ഇലക്ഷനിൽ ഇടിച്ചു കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ജമ്മു ഭാഗത്ത് ഇപ്പോൾ തന്നെ അതിവേഗത്തിൽ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്നാണ് എൻ്റെ ഒരു അർത്ഥം. അപ്പോൾ BJPക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ജമ്മു പ്രദേശത്തുണ്ട്. ഇനിയിപ്പോൾ കാശ്മീരിൽ ഈ പറഞ്ഞ പ്രോക്സികളെ വെച്ച് തന്നെയാണോ മത്സരിക്കുക? കാശ്മീർ ഏരിയയിൽ, ഐ മീൻ ജമ്മു കാശ്മീർ. മൂന്നാമത്തെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് എന്താവും എന്നുള്ളത് കണ്ടറിയണം. അത് എന്തിന്റെ ഭാഗമാണ്, ഇതിന്റെ സൂചനയാണ്. അത് അട്ടിമറിക്കാനാണോ അല്ലെങ്കിൽ കൂടുതൽ തീവ്രമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തന്ത്രങ്ങൾ തുടങ്ങിയൊരു ചോദ്യങ്ങളുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്ഹുഡ് ഇല്ലാതെ ഒരു പരിമിതമായ അധികാരങ്ങളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ ഇപ്പോൾ ഡൽഹി പോലെ അങ്ങനെയാണ് ഒമർ അബ്ദുള്ളയും മെഹബൂബയും കരുതുന്നതെന്നാണ് അവർ പറഞ്ഞതെന്നും അധികാരങ്ങളില്ലാത്തതുകൊണ്ടാണ്, പൂർണ്ണ സ്റ്റേറ്റിന്റെ അധികാരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിന് വ്യാപകമായി പലപ്പോഴും പല സംഘടനകളും ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇലക്ഷനെ കാശ്മീരികൾ എങ്ങനെ, ഹുറിയത്തിൻ്റെ ഒരു നിലപാടും കൂടി വളരെ സ്വതന്ത്ര കാശ്മീർ ഒക്കെയാണ് ഇവരുടെ സങ്കല്പത്തിലുള്ളത്. അപ്പോൾ അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനമാണ്. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലഡാക്ക് കാശ്മീരിൻ്റെ ഭാഗമാണ്. ലഡാക്കിനോട് നിലപാട് എന്നൊരു പ്രശ്നമുണ്ട്. ലഡാക്കിൽ സംഭവിച്ചത്, സാറ് പാർലമെൻറ്റ് ഇലക്ഷനിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ലഡാക്കിൽ സംഭവിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ മത്സരിച്ചെങ്കിലും സ്വതന്ത്രനായി മത്സരിച്ച ഒരാളാണ് ജയിച്ചത്. മുഹമ്മദ് ഹനീഫ എന്നാണ് എൻ്റെ പേര്, MP. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു നാഷണൽ ഡേയിൽ കണ്ടു, അദ്ദേഹം ആവശ്യപ്പെടുന്നത് ലഡാക്കിന് സ്റ്റേറ്റ്ഹുഡാണ്, ലഡാക്കിന് സ്വതന്ത്ര സംസ്ഥാന പദവി വേണം. കാരണം ഒരു ബുദ്ധ ഭൂരിപക്ഷ ഏരിയയും കൂടിയാണത്. പക്ഷേ ജയിച്ചത് ഈ മുഹമ്മദ് ഹനീഫയാണെന്നേ ഉള്ളൂ. ആ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പര്യടനം വളരെ നിർണായകമാണ്. ഈ ഇലക്ഷന് മുമ്പേ തന്നെ നമ്മൾ ഉത്തരം പ്രതീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ക്രമസമാധാനമൊക്കെ നോക്കണമല്ലോ. ക്രമസമാധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ്. 5 കൊല്ലം സമാധാനത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിലും പാർലമെന്ററി പ്രോസസ്സിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടല്ലോ, സെപ്റ്റംബർ 30 ഇലക്ഷൻ നടത്തണം. അതുകൊണ്ടുകൂടി ആവാം. അപ്പം നീട്ടിവെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 2 മാസത്തേക്ക് കഴിഞ്ഞ് നടത്താമെന്നൊക്കെ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട് സാർ, ആശാവഹമായൊരു കാര്യം, BJP മത്സരിക്കാതിരുന്നിട്ട് കൂടി, എന്നുവെച്ചാൽ ഭരണകക്ഷിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി കാശ്മീരികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. അത് വലിയ 50% അവർക്ക് വോട്ട് ചെയ്യാൻ ധൈര്യം വന്നു. ആരും വിലക്കാനും ഭീഷണിപ്പെടുത്താനും ഉണ്ടായില്ല, ബഹിഷ്കരിക്കാൻ ആളുണ്ടായില്ല. അത് ആശാവഹമായ സൂചനയാണ്. അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലും കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നാളേക്ക് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പറയും. ഇലക്ഷൻ നീട്ടിവെക്കാൻ 2 മാസത്തേക്ക് എന്നൊക്കെ ഇപ്പോൾ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ അടുത്ത മാസമായി.
അപ്പോൾ സെപ്റ്റംബറിൽ നടക്കുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ സുപ്രീം കോടതിയിൽ സമയം ചോദിച്ചാൽ നീട്ടി കൊടുക്കും. കാരണം അത് കുറച്ചുകൂടി ശാന്തമാകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ജമ്മുവിൽ BJP ഇപ്പോൾ ഈ പ്രചാരണം കൊടുമ്പിരി കൊണ്ടതൊന്നും ഈ ഭാഗത്തൊന്നും നമ്മളൊന്നും അധികം ശ്രദ്ധിച്ചതല്ലല്ലോ. അവിടെ ധാരാളം ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജമ്മു ഭാഗത്തുമൊക്കെ ഈ നുഴഞ്ഞുകയറ്റക്കാർ അക്രമമൊക്കെ നടക്കുന്നു. അതുകൊണ്ടായിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. നാളത്തെ തീരുമാനം വളരെ നിർണായകമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജമ്മു കാശ്മീരിൽ ഇതാ ഇലക്ഷൻ വന്നിരിക്കുന്നു, അതിൻ്റെ പ്രക്രിയ എന്തായാലും തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയുമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്നത്. ബാക്കി തുടർച്ചയായിട്ട് നമ്മൾ ഇനിയും പറയും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.